Hi students, welcome to SJ Tutorials Live. ഇനി ഒരു HTML5-ൽ എങ്ങനെയാണ് അതിൻ്റെ കോഡിംഗ് സ്റ്റൈൽ എന്നുള്ളത് നോക്കാം. നമ്മൾ HTML4-ൽ അതിൻ്റെ കോഡിംഗ് സ്റ്റൈൽ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ HTML5-ൻ്റെ കോഡിംഗ് സ്റ്റൈൽ എങ്ങനെയാണ് നോക്കാം. ഇപ്പോൾ നമ്മൾ പഠിച്ച ടാഗ് പ്രകാരം എങ്ങനെയാണ് അതിൻ്റെ കോഡ് എഴുതുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ഡോക്യുമെൻ്റ് ടൈപ്പ് റെപ്രസെൻറ്റേഷൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു അതിൻ്റെ ഡോക്ക് ടൈപ്പ് കൊടുക്കണം. HTML5 ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഡോക്ക് ടൈപ്പ് ഇവിടെ കൊടുത്തു. അതിനെന്ത് ചെയ്തു, ഇവിടെ HTML എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, HTML5 ആണ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ HTML എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു. ഹെഡിൻ്റെ ഉള്ളിലാണ് നമ്മൾ ടൈറ്റിൽ കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളത് HTML4-ൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ ഹെഡിൻ്റെ ഉള്ളിലാണ് മറ്റൊരു കാര്യം കൂടി കൊടുക്കുന്നത്, ഈ മീറ്റ എന്നുള്ള ക്യാരക്ടർ സെറ്റ്, അതായത് നമ്മുടെ ഫോണ്ട് കാര്യങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ മീറ്റ എന്നുള്ളത്. ഓട്ടോമാറ്റിക്കലി UTF-8 എന്ന് പറയുന്ന എല്ലാ ഫോണ്ടുകളും നമ്മുടെ പേജിലേക്ക് ലോഡ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഉപയോഗിക്കുന്നത്. മീറ്റ ക്യാരക്ടർ സെറ്റ് ഈക്വൽ ടു UTF-8 അതൊരു ഫോണ്ടിന് വേണ്ടി ഉപയോഗിച്ചു. ദെൻ ടൈറ്റിൽ നമ്മളിവിടെ കൊടുത്തു. ഇവിടെ ഞാൻ കൊടുത്ത ടൈറ്റിൽ എന്താണ്, ടെസ്റ്റ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്ത ആ വെബ് പേജിൻ്റെ ഏറ്റവും ടോപ്പിൽ ടൈറ്റിൽ ബാറിൽ ഇപ്പോൾ എന്ത് കാണും, ടെസ്റ്റ് എന്ന് പറഞ്ഞ് കാണും. ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞ് കാണും. ഓക്കെ, ദെൻ ഇവിടെ തുടങ്ങിയ ഹെഡ് ഞാൻ ഇവിടെ ക്ലോസ് ചെയ്തു. ഓക്കെ, ടൈറ്റിൽ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്ത് ടൈറ്റിൽ ടെസ്റ്റ് എന്ന് കൊടുത്ത് ഇവിടെ തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ദെൻ ബോഡി ടാഗ് സാധാരണ നമ്മൾ പറഞ്ഞാണ് HTML4-ലെ എല്ലാ കണ്ടന്റും നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനുള്ള എല്ലാ കണ്ടന്റും കൊടുക്കുന്നത് നമ്മൾ എവിടെയാണ്, ബോഡി ടാഗിലാണ്. ആ സെയിം പ്രൊസീജിയർ തന്നെയാണ് HTML5-ൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ബോഡി ടാഗിന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഹെഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഏറ്റവും ടോപ്പിൽ ഈ ഒരു സെക്ഷനാണ് ഹെഡർ എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും ടോപ്പിൽ എന്താണോ കൊടുക്കേണ്ടത് അവിടെ അതിനാണ് ഹെഡർ എന്ന് പറയുന്നത്. ഇത് നമ്മളെന്താണ്, ടൈറ്റിൽ ബാറാണ്, വെബ് ബ്രൗസറിൻ്റെ ടൈറ്റിൽ ബാറാണ് ഇത് പറഞ്ഞത്. ഇതെന്താണ്, നമ്മുടെ പേജ് കണ്ടന്റിൻ്റെ ഹെഡിങ്. നമുക്ക് എന്താണോ നമ്മുടെ വെബ്സൈറ്റ് എന്തിനെ കുറിച്ചുള്ളതാണ്, ഇപ്പോൾ ഫുഡിനെ കുറിച്ചാണെങ്കിൽ എന്ത് ചെയ്യും, ഫുഡ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക, ഹെഡർ കാണാൻ വേണ്ടിയിട്ട്, ആ ഹെഡിങ് സെക്ഷൻ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഹെഡർ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ആ ഫുഡ് എന്താണെന്ന് നമ്മൾ ആ ഒരു കൺസെപ്റ്റ് ഇവിടെ എഴുതി വെക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നാവിഗേഷൻസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് നെയ്വ് എന്ന് പറയുന്ന ടാഗ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ് ആ ഒരു ടാഗ് വെച്ചിട്ട് എന്ത് ചെയ്യും, ബാക്കിയുള്ള നാവിഗേഷനും കാര്യങ്ങളും എവിടേക്കൊക്കെയാണ് അത് സ്വിച്ച് ചെയ്ത് പോകേണ്ടത്, നമ്മളെ ലിങ്ക് പോലെ തന്നെ അത് എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ളതാണ് ഈ നാവിഗേഷൻ എന്ന് പറയുന്ന ഈ ടാഗിൽ ഇതിൽ. അത് കഴിഞ്ഞിട്ട് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഇതിൻ്റെ കണ്ടന്റിൻ്റെ സെക്ഷനുകളാണ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ആ ആർട്ടിക്കിൾ തന്നെ സെക്ഷൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സെക്ഷൻ ഇവിടെ ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ഇടയിലൊക്കെ എന്തുണ്ട്, പല കണ്ടന്റുകളുണ്ട്. ആ സെക്ഷൻ ഇവിടെ ഓപ്പൺ ചെയ്തു, ആ സെക്ഷൻ ക്ലോസ് ചെയ്തു. ഓക്കെ, അങ്ങനെ പല സെക്ഷനുകളാക്കി നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ പല സെക്ഷനുകളാക്കി ചെയ്യാൻ പറ്റും. ആർട്ടിക്കിൾ ഇവിടെ തുടങ്ങിയിട്ട് എന്ത് ചെയ്തു, ആർട്ടിക്കിൾ ഞാൻ ഇവിടെ ക്ലോസ് ചെയ്തു. എത്ര ആർട്ടിക്കിളാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് അതിൻ്റെ സെക്ഷൻ ബൈ സെക്ഷൻ ആക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ആർട്ടിക്കിൾ ക്ലോസ് ചെയ്തു. ദെൻ അസൈഡ് എന്ന് പറഞ്ഞാൽ ഈ ആർട്ടിക്കിൾ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സബ് കണ്ടന്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ അസൈഡിൽ വരുന്നത്. അതിൻ്റെ സബ് കണ്ടന്റുകൾ എഴുതുക. അപ്പോൾ ഏകദേശം നമ്മൾ ഇവിടെ ഒരു റേഞ്ചിലെത്തി. ഇവിടെ ആർട്ടിക്കിൾ മെയിൻ അതിൻ്റെ എന്താ പറയുക സെക്ഷൻസ് ഇവിടെ കൊടുത്തു. അത് കഴിഞ്ഞ് സബ് കണ്ടന്റ് വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അസൈഡ് കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത് ഫൂട്ടർ എന്ന് പറഞ്ഞ സെക്ഷൻ, ഫൂട്ടർ. അപ്പോൾ ഏറ്റവും ടോപ്പിൽ എന്ത് വരും, ഇവിടെ ഹെഡർ വരും. ഈ കാണുന്ന ഫുഡ് എന്നുള്ളതാണ് ഹെഡർ. ദെൻ ഫൂട്ടർ സെക്ഷൻ, ഈ ഫൂട്ടർ സെക്ഷൻ ഇവിടെ ഓപ്പൺ ചെയ്തു, എന്ത് ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു. ദെൻ സാധാരണ ബോഡി ടാഗ് നമ്മൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ആ ബോഡി ടാഗ് എന്ത് ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു. HTML ഇവിടുത്തെ HTML ഈ മെയിൻ HTML എന്ത് ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു. ഈ ഡോക്ക് ടൈപ്പ് എന്നുള്ളതിന് അതിന് ചേഞ്ച് ഒന്നുമില്ല, അത് അവിടെ അതേപോലെ വെക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കേസുകളാണ്, ടാഗുകളാണ് മെയിനായിട്ട് HTML5-ൽ ഉപയോഗിക്കുന്നത്. ഇതതിൻ്റെ സിൻടാക്സ് സ്റ്റൈലാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇനി ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കിത് കൂടുതലായി മനസ്സിലാവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, HTML ഹെഡിൻ്റെ ഉള്ളിൽ ടൈറ്റിൽ മീറ്റ എന്ന് പറയുന്ന മറ്റൊരു ടാഗ് ഫോണ്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ദെൻ ബോഡി ടാഗിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്നത് എന്താണ്, ഫസ്റ്റ് ഹെഡർ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നാവിഗേഷൻ, ദെൻ ആർട്ടിക്കിൾ, ദെൻ സെക്ഷൻ. ഈ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുക. ബോഡി ടാഗിൻ്റെ ഉള്ളിൽ ഹെഡർ, നാവിഗേഷൻ, ആർട്ടിക്കിൾ, സെക്ഷൻ. ദെൻ എന്ത് ചെയ്തു, ഓരോന്ന് ക്ലോസ് ചെയ്തു. ആ ആർട്ടിക്കിളിൻ്റെ ഉള്ളിലായിട്ടാണ് എന്ത് കൊടുക്കുന്നത്, ആർട്ടിക്കിൾ കഴിഞ്ഞ് അത് ക്ലോസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, അസൈഡ് എന്ന് പറയുന്ന സബ് കണ്ടന്റ് കൊടുക്കാനുള്ള കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പോർഷൻ ആയിട്ടുള്ള ഫൂട്ടർ ഓപ്പൺ ചെയ്തു. ഫൂട്ടറിൻ്റെ ഉള്ളിൽ എന്താണ് നമ്മൾ സബിൽ ഏറ്റവും താഴെ എന്താണ് കണ്ടത് അത് കൊടുക്കുന്നു. അതെന്ത് ചെയ്തു, ഫൂട്ടർ ക്ലോസ് ചെയ്യുന്നു. ദെൻ ബോഡി ടാഗിൻ്റെ ഉള്ളിൽ ബോഡി നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, ആ ബോഡി ടാഗ് ക്ലോസ് ചെയ്തു. HTML സ്റ്റാർട്ട് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ഒരു സിൻടാക്സ് ആയിട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ കണ്ടന്റ് കൊടുത്താൽ എങ്ങനെയാണ് അത് കാണാനുണ്ടാവുക എന്നുള്ളതാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ, അതായത് ഈ ഒരു ടാഗുകൾ വെച്ചിട്ടുള്ളൊരു സിമ്പിൾ എക്സാമ്പിളാണ് അടുത്ത് പറയുന്നത്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള HTML5-ൻ്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിളാണ് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിളാണ് ഈ എഴുതിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ഡോക്ക് ടൈപ്പ് അത് കൊടുത്തു, HTML5-നെ സപ്പോർട്ട് ചെയ്യുക ഡോക്ക് 5 കൊടുത്തു. ദെൻ HTML എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു. ഹെഡിൻ്റെ ഉള്ളിൽ മീറ്റ ക്യാരക്ടർ സെറ്റ് ഈക്വൽ ടു UTF-8 കൊടുത്തു. ഫോണ്ട് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാരക്ടർ സെറ്റ് കൊടുത്തു. ദെൻ ടൈറ്റിൽ ഞാൻ ഇവിടെ വീണ്ടും ടെസ്റ്റ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ വെബ് പേജ് ഉണ്ടാവും. ആ വെബ് പേജിൽ എന്ത് സംഭവിക്കും, ഇത് വെബ് പേജാണ് എന്നുണ്ടെങ്കിൽ വെബ് പേജിലെ ടൈറ്റിൽ ബാറിൽ ഏറ്റവും ടോപ്പിൽ ടൈറ്റിൽ ബാറിൽ എന്ത് വരും, ടെസ്റ്റ് എന്ന് പറഞ്ഞു വരും, ടെസ്റ്റ്. ഓക്കെ,
അത് ടൈറ്റിലാണ്. ടൈറ്റിൽ ആ ബ്ലൂ കളറിൽ കാണുന്ന അവിടെയാണ്. അതല്ലാതെ എന്തല്ല നമ്മുടെ കണ്ടന്റ്, വെബ് പേജിൻ്റെ കണ്ടന്റ് ആയിട്ടല്ല ഈ ടൈറ്റിൽ കാണുന്നത്. ആ കാര്യം മനസ്സിലാക്കുക. ദെൻ ഹെഡ് എന്ത് ചെയ്തു, ഇവിടെ ഓപ്പൺ ചെയ്ത ഹെഡ് ഞാൻ ഇവിടെ ക്ലോസ് ചെയ്തു. ടൈറ്റിൽ മീറ്റ് ഈ 2 ടാഗ് കൊടുത്തിട്ട് എന്ത് ചെയ്തു, ഹെഡ് സെക്ഷൻ ക്ലോസ് ചെയ്തു. ദെൻ നമ്മുടെ മെയിൻ സെക്ഷൻ തുടങ്ങുന്നത് എവിടെ നിന്നാണ്, ഈ ബോഡി ടാഗിൻ്റെ ഇവിടെ നിന്നാണ്. ഇവിടുന്ന് നമ്മൾ ഫസ്റ്റ് നമ്മൾ കൊടുത്തു ഹെഡർ എന്തിനെന്നുള്ളതാണ്, നമ്മുടെ ഈ മെയിൻ സെക്ഷന് വേണ്ടിയിട്ടുള്ളതാണ് ഹെഡർ. സാധാരണ നിങ്ങൾക്ക് വെബ് പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാം ഏറ്റവും ടോപ്പ് സെക്ഷൻ ഇതിനാണ് ഹെഡർ എന്ന് പറയുന്നത്. ഈ ഒരു താഴത്തെ സെക്ഷനാണ് ഫൂട്ടർ എന്ന് പറയുന്നത്. ഇവിടെ ഹെഡറിൽ ഞാൻ എന്താണ് സെറ്റ് ചെയ്തത്, ഹെഡറിൽ റോൾ ഈക്വൽ ടു ബാനർ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ബാനർ ടൈപ്പ് ആയിട്ടാണ്, ഒരു ബാനർ പോലെയാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ഹെഡർ കാണേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സംഭവം കൊടുത്തിട്ടുള്ളത്. അതിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു ഹെഡിങ് ടാഗാണ് കൊടുത്തിട്ടുള്ളത്. H1 നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. H1 എന്ന് പറഞ്ഞാൽ ഒരു ഹെഡിങ് ടാഗാണ്. എന്താണ് കൊടുത്തിട്ടുള്ളത്, മെസ്സേജ് ഹായ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു മെസ്സേജാണ് ഞാൻ ഹെഡിങ് ടാഗിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഹായ് എന്ന് പറയുന്ന ഒരു മെയിൻ ബാനർ പോലെ, ബാനർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ബാനർ ആഡ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അതേപോലെ ബാനർ പോലെ എന്ത് ചെയ്യും, അതിൻ്റെ ടോപ്പ് ഹെഡിങ് ആയിട്ട് കാണും. എങ്ങനെ കാണും, ഹായ് എന്ന് പറഞ്ഞ ഒരു ഹെഡിങ് ആയിട്ട് കാണും. അതിൻ്റെ ഉള്ളിൽ താഴെയായിട്ട് ചെറിയൊരു സബ് ഹെഡിങ് ആയിട്ട് എന്ത് കാണും, ഒരു പാരഗ്രാഫ് എഴുതിയിട്ടുണ്ട്, ഇറ്റ് ഈസ് മൈ ഫസ്റ്റ് പേജ്. അപ്പോൾ ഇതിൻ്റെ നേരെ താഴെയായിട്ട് എന്ത് ചെയ്യും, ഇറ്റ് ഈസ് മൈ ഫസ്റ്റ് പേജ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, അതിൻ്റെ നേരെ താഴെയായിട്ട് കാണും. അതോടുകൂടി ഞാൻ എന്ത് ചെയ്തു, ഇവിടെ തുടങ്ങിയ ഹെഡർ ഞാൻ ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ ഹെഡറിൻ്റെ സെക്ഷൻ എത്രയുണ്ടാവും, ഇവിടെ ഇത് മായ്ച്ച് കറക്റ്റായിട്ട് നമുക്ക് എഴുതുകയാണെങ്കിൽ ഇറ്റ് ഈസ് മൈ ഫസ്റ്റ് പേജ് ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്തു, ഈ ഒരു സെക്ഷൻ അതോടുകൂടി എന്ത് ചെയ്തു, ആ ഹെഡർ സെക്ഷൻ അവിടെ ക്ലോസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണ്, നാവിഗേഷനാണ്. നാവിഗേഷൻ നമുക്കറിയാം, ഇവിടെ ലിങ്ക് പോലെ ഇങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണും, പല ലിങ്കുകളായിട്ട്, പല സെക്ഷനുകളായിട്ട്. അപ്പോൾ ഇതിൽ ലിങ്ക് സെക്ഷനിൽ ഞാൻ എന്താ കൊടുത്തിട്ടുള്ളത്, നാവിഗേഷൻ സെക്ഷനിൽ ഒരു ലിസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. ഒറ്റ ലിസ്റ്റ് ആയിട്ടുള്ളൂ, അത് LI എന്ന് പറഞ്ഞു കൊടുത്തു. ഇതിൽ നമുക്ക് 10, 20 എത്ര ലിസ്റ്റ് വേണമെങ്കിലും ആഡ് ചെയ്യാം. എങ്ങനെ നമുക്ക് കൊടുക്കാം എന്നുള്ളത് ലിസ്റ്റ് നമ്മൾ പഠിച്ചതാണ്. അത് അറിയാത്തവർ എന്ത് ചെയ്യുക, HTML4 ലിസ്റ്റ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് പ്രീവിയസ് വീഡിയോ കാണുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതിൽ ഞാൻ എന്ത് ചെയ്തു, ലിസ്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ എന്താണ് കൊടുത്തിട്ടുള്ളത്, LI AHRF അതിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് എന്താണ്, ലിങ്കുകളാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റിലെ ലിങ്ക് എന്താ കൊടുത്തിട്ടുള്ളത്, AHRF ഈക്വൽ ടു എവിടെയാണ് അതിൻ്റെ ലൊക്കേഷൻ എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, നെയിമായിട്ട് ഇപ്പോൾ ഇവിടെ എന്താ കാണുന്നത്, റെഫറൻസ് ആയിട്ട് കാണുന്നത് SJ എന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഒരു SJ എന്ന് പറഞ്ഞ ലിങ്ക് കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ എന്താണോ ലൊക്കേഷൻ കൊടുത്തിട്ടുള്ളത് ആ ലൊക്കേഷനിലേക്ക് പോകും. ഇനി ഞാനിവിടെ എക്സെട്രയാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇവിടെ എത്ര വേണമെങ്കിൽ നമുക്ക് ലിങ്കുകൾ കൊടുക്കാം. ഞാനൊരു ലിങ്ക് ഇടാണ്, അതെന്ത് ചെയ്യും, വേറൊരു പേരിൽ എന്തെങ്കിലും ഒരു പേരിൽ SM എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, SJ SD എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഓരോ ലിങ്കുകൾ എടുത്തു. ഓരോന്നും എന്ത് ചെയ്യും, ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കാണും. ഇവിടെ എന്ത് ചെയ്യും, ഓരോ ലിസ്റ്റ് ബൈ ലിസ്റ്റ് ആയിട്ട് ഇങ്ങനെ താഴേക്ക് കാണിച്ചുകൊണ്ടിരിക്കും. അത് നമുക്ക് നേരെ കൊടുക്കണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, ലിസ്റ്റ് പല രീതിയിൽ നമുക്ക് ചെയ്യാം. അതൊക്കെ അതിൻ്റെ ആട്രിബ്യൂട്ടിൽ ചെറിയ ചേഞ്ച് വരുത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിസ്റ്റ് ഇവിടെ നാവിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ലിങ്ക് പോലെയാണ് അവിടെ വർക്ക് ചെയ്യുക. പല ലിങ്കുകളായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും. ഇവിടെ ഞാൻ SJ കൊടുത്തു. ഇനി SM കൊടുക്കണമെങ്കിൽ ഇങ്ങനെ കൊടുക്കുക. നെക്സ്റ്റിൽ എന്ത് കൊടുക്കുക, LI AHRF ഈക്വൽ ടു എവിടേക്കാണ് പോകേണ്ട ലൊക്കേഷൻ. ദെൻ എന്ത് ചെയ്യുക, SM എന്ന് കൊടുക്കുക, ടാഗ് ക്ലോസ് ചെയ്യുക. അടുത്ത് എന്താണ്, SD കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, LI കൊടുക്കുക. ഇതൊക്കെ എല്ലാം കൊടുക്കേണ്ടത് എവിടെയാണ്, ഈ നാവിഗേഷൻ്റെ ഉള്ളിൽ തന്നെയാണ്. LI കൊടുക്കുക, AHRF കൊടുക്കുക. എവിടെ ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ലൊക്കേഷൻ കൊടുക്കുക, യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബിൻ്റെ ലൊക്കേഷൻ കൊടുക്കുക. ഇവിടെ എവിടേക്കാണോ പോകേണ്ടത്, എക്സ്റ്റേണൽ ലൊക്കേഷൻ, ഇന്ത്യൻ ലൊക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ലൊക്കേഷനുകൾ കാര്യങ്ങൾ കൊടുക്കുന്നത്, ഇന്റേണൽ ലിങ്കിങ്ങും എക്സ്റ്റേണൽ ലിങ്കിങ്ങും ഒക്കെ. അപ്പോൾ എവിടെ ഏത് ലിങ്കാണ് വേണ്ടതെന്നുള്ള ഒരു കാര്യം നമ്മൾ ഇവിടെ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നെയിം, ഇവിടെ ഇനി നെക്സ്റ്റ് എന്താ കൊടുക്കാനുള്ളത്, ST എന്ന് പറഞ്ഞാൽ നെയിം കൊടുക്കുക. അതോടുകൂടി എന്ത് ചെയ്തു, ഈ നാവിഗേഷൻ അവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഞാൻ ജസ്റ്റ് 3 കൊടുത്തിട്ടുള്ളൂ, ഇവിടെ കാണിച്ചത് ഒന്നേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ 2 കൊടുക്കാം. ഓക്കെ, ദെൻ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്, ആർട്ടിക്കിൾ എന്നാണ് മനസ്സിലാക്കുക. ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ സെക്ഷൻ്റെ പല സെക്ഷനുകളാക്കാനുള്ളതാണ് ആർട്ടിക്കിൾ എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു മെസ്സേജ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഇവിടെ ലിങ്കുകളെല്ലാം ഞാൻ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ദെൻ ആർട്ടിക്കിൾ വരുന്നത് ഈ ഒരു പോർഷനിലാണ് ആർട്ടിക്കിൾ കൊടുക്കുന്നത്. ആർട്ടിക്കിളിൻ്റെ പ്രത്യേകത എന്താണ്, പല സെക്ഷൻസ് ആക്കാം. ഫസ്റ്റ് ഞാനൊരു പാരഗ്രാഫ് കൊടുത്തു, 1 ആർട്ടിക്കിൾ ഹാവ് മൾട്ടിപ്പിൾ സെക്ഷൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫസ്റ്റിലെ ആർട്ടിക്കിൾ ഞാൻ കൊടുത്തു, അതിലെന്ത് ചെയ്യുക, പല സെക്ഷനുകളാക്കിയിട്ട് ഇവിടെ 2 ടാഗുകളുള്ള, ഒന്ന് ആർട്ടിക്കിളും ഒന്ന് സെക്ഷനും. ഒരു ആർട്ടിക്കിളിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യുക, പല സെക്ഷൻസ് കൊടുക്കുക. ഇവിടെ ഞാൻ എന്തേ കൊടുത്തിട്ടുള്ളൂ, ഒരു P ടാഗിൽ ഒരു സെക്ഷനെ കൊടുത്തിട്ടുള്ളൂ. ഇനി ഈ P ടാഗ് ക്ലോസ് ചെയ്ത് എന്ത് ചെയ്തു, ഈ സെക്ഷൻ ഇവിടെ ഞാൻ ക്ലോസ് ചെയ്തു, ഈ P ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തു. ദെൻ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ സെക്ഷൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഇവിടെ സെക്ഷൻ ക്ലോസ് ചെയ്തു. ഇനി വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, വീണ്ടും വേറൊരു സെക്ഷൻ തുടങ്ങാം. ഇതുപോലെ എന്ത് ചെയ്യുക, വേറെ ഇതാക്കുക, എക്സെട്ര കൊടുത്ത് ആ സെക്ഷൻ ക്ലോസ് ചെയ്യുക. അപ്പോൾ ഒരു ആർട്ടിക്കിൻ്റെ ഉള്ളിൽ നമുക്ക് എത്ര വേണമെങ്കിലും സെക്ഷൻ തുടങ്ങാം. ആ തുടങ്ങുന്നതൊക്കെ എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ താഴേക്ക് വരും. എല്ലാ സെക്ഷനും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് ആർട്ടിക്കിൾ എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ ഇവിടെ ഓപ്പൺ ചെയ്തു, പല സെക്ഷൻസ് കൊടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു, ആർട്ടിക്കിൾ ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സബ് സെക്ഷൻ കൊടുക്കാനാണ് എന്ത്, അസൈഡ് എന്ന് പറഞ്ഞത്. അതിൽ വേറൊരു P ടാഗ് കൊടുത്തു. P ടാഗ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞതാണ്, പാരഗ്രാഫ് ടാഗ്. ദെൻ P ടാഗ് അടുത്ത് കൊടുത്തു, അതിലെന്ത് ചെയ്തു, സബ്
പോർഷൻസ് കൊടുത്തു, ദെൻ പി ടാഗ് ക്ലോസ് ചെയ്തു, അസൈഡ് ക്ലോസ് ചെയ്തു. അസൈഡ് എന്തിനുള്ളതാണ്? ഈ ഒരു ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് അതിൽ സെക്ഷൻ കൊടുക്കാനാണ്. ആ സെക്ഷൻ്റെ സബ്ബായിട്ട് എന്തെങ്കിലും കൊടുക്കണേ എന്ത് വേണം? അസൈഡ് എന്ന് പറഞ്ഞ ടാഗ് ഉപയോഗിക്കണം. അസൈഡ് വെച്ചിട്ട് എന്ത് ചെയ്തു? സബ് സെക്ഷൻ കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു? അസൈഡ് കൂടി കൊടുത്താൽ എന്ത് ചെയ്യും? നമ്മുടെ കണ്ടന്റ് ഏകദേശം ഇവിടെ എത്തും. ദെൻ പിന്നെ വരുന്ന പോർഷനാണ് ഈ ഫൂട്ടർ എന്നുള്ളത്. ആ ഫൂട്ടർ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ ഭാഗത്ത് നമ്മൾ കോൺടാക്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ക്രിയേറ്റഡ് ബൈ ആരാണെന്നുള്ളത് കൊടുക്കാൻ. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്, ക്രിയേറ്റഡ് ബൈ SJ. അപ്പോൾ എന്ത് കാണിക്കും? ക്രിയേറ്റഡ് ബൈ SJ എന്ന് പറഞ്ഞ് കാണിക്കും. ക്രിയേറ്റഡ് ബൈ SJ എന്ന് ഏറ്റവും താഴെ കാണിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഫൂട്ടർ ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാരഗ്രാഫും കൊടുത്തു, പാരഗ്രാഫ് ടാഗും കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ക്രിയേറ്റഡ് ബൈ SJ എന്ന് കാണിക്കും. ഓക്കെ. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്തു? ഈ ഒരു ബോഡി ടാഗ് എന്ത് ചെയ്തു? ഇവിടെ ബോഡി ടാഗാണ്. ബോഡി ടാഗ് എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. ദെൻ ഞാൻ എന്ത് ചെയ്തു? ഈ ലാസ്റ്റിലെ ഈ HTML-ഉം ഇവിടെ താഴെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഇതിൻ്റെ സിൻടാക്സ് മനസ്സിലാക്കുക. ആദ്യം HTML ഹെഡിൻ്റെ ഉള്ളിൽ മീറ്റ ടൈറ്റിൽ, ദെൻ ഹെഡ് ക്ലോസ് ചെയ്തു. ബോഡി ടാഗിൽ എന്ത് ചെയ്തു? ഹെഡർ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഹെഡർ ക്ലോസ് ചെയ്തു. ദെൻ നാവിഗേഷൻ കൊടുത്തു, നാവിഗേഷൻ ക്ലോസ് ചെയ്തു. ആർട്ടിക്കിളിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നതാണ് സെക്ഷൻ എന്ന് പറയുന്നത്. എത്ര സെക്ഷൻസും ഒരു ആർട്ടിക്കിളിൻ്റെ ഉള്ളിൽ കൊടുക്കാം. ആ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ആർട്ടിക്കിൾ ക്ലോസ് ചെയ്തു. ആർട്ടിക്കിളിൽ സബ്ബായിട്ട് വരുന്നതാണ് അസൈഡ് എന്നുള്ളത്. അസൈഡ് നമ്മൾ സബ് കണ്ടന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അസൈഡ് ഓപ്പൺ ചെയ്തു. അസൈഡിലെ കണ്ടന്റ് കംപ്ലീറ്റ് കൊടുത്തു, അസൈഡ് ക്ലോസ് ചെയ്തു. ദെൻ ഏറ്റവും ഫൈനലി ഫൂട്ടർ കൊടുക്കുന്നു, ഫൂട്ടർ ക്ലോസ് ചെയ്യുന്നു. ഇത്രയാണ് ഒരു HTML5-ൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറും അതിൻ്റെ എക്സാമ്പിളും. മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.